കുരിശ് ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അധിക സമയം ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അതിനു മുമ്പ് യഥാർത്ഥ ഇൻവിറ്റേഷൻ ലെറ്റർ എടുക്കണം, അല്ലെങ്കിൽ എല്ലാ പ്ലാനിങ്ങും പൊളിയും. സ്റ്റേറ്റ് അവാർഡ് ഫംഗ്ഷൻ ശരിക്കും പ്രസ് ക്ലബിൽ. ഞാൻ അയച്ച ആൾ കൊടുത്ത ഇൻവിറ്റേഷൻ ലെറ്റർ ശ്യാമയുടെ കയ്യിലുണ്ട്. അത് ഗോൾഫ് ക്ലബ് ഓഡിറ്റോറിയം. അപ്പോൾ ഗോൾഫ് ക്ലബ് ഓഡിറ്റോറിയം, അവിടേക്ക് ശ്യാമ വരും. ഞാൻ ഒരുക്കിയിരിക്കുന്ന കെണിയിലേക്ക് ശ്യാമയുടെ അവസാന യാത്ര. കയ്യിൽ 10 പൈസ ഇല്ലെങ്കിലും നമ്മുടെ ഡ്രസ്സിങ്ങോ മേക്കപ്പോ ഒന്നും മോശമാവരുത്. പുറത്ത് ആളുകൾ കണ്ടാൽ ഒരു കുറവും പറയരുത്, അല്ലേ മോളെ? സഹിക്കാന്, അല്ലാതെ എന്ത് ചെയ്യാന്? നമ്മുടെ എല്ലാ കഷ്ടതകളും മാറും മോളെ. നീ ധൈര്യമായിട്ടിരിക്കേ. ശരിയാ, ആ ശ്യാമ ഒടുങ്ങിയ നമുക്ക് രക്ഷപ്പെടാം. എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിലേക്ക് തിരിച്ചു കയറണം. എന്നാ പുറപ്പെടാം മോളെ. അല്ല, എവിടേക്കാ പോകുന്നേന്ന് മമ്മി ഇതുവരെ പറഞ്ഞില്ല. പ്രത്യേകിച്ചകം പോവാനൊന്നുമില്ല, വെറുതെ ഒന്ന് ചുറ്റിയടിച്ച് വരാം. ഒരുക്കം 10 പേര് കാണട്ടെ, അല്ലോ എന്തുവാ. പോവാ. മായെങ്കിലും ഞങ്ങളെ തിരക്കി വന്നല്ലോ, സന്തോഷായി. എന്തു വന്നാലും എനിക്ക് അങ്ങനെ ഐശ്വര്യം മറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയോ? മായ
മായ എന്റെ ശരിക്കുള്ള ഫ്രണ്ട്. മോളെപ്പോഴും മായയുടെ കാര്യം തന്നെയാ പറയുന്നേ. എന്തിനും ഏതിനും ഒപ്പം ഉണ്ടാവുമെന്ന് മായ മുന്നേ എന്റെ മോൾക്ക് വാക്ക് കൊടുത്തുവല്ലേ. ആ ശരിയാ, ഞാൻ ഐശ്വര്യയുടെ താമസ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വന്നതാ. എന്തായാലും ഇങ്ങനൊരു വീട്, ഈ ഒരു സെറ്റപ്പ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഐശ്വര്യയും അമ്മയും പോലുള്ള ആളുകള് ഇങ്ങനൊരു സ്ഥലത്ത് കഴിയുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. നല്ല പോഷായൊരു വീട്ടിലാ നിങ്ങൾ കഴിയുന്നതെന്നാ ഞാൻ കരുതിയത്. ഇവിടെ വന്നപ്പോഴല്ലേ ഇങ്ങനൊരു ലോക്കൽ സെറ്റപ്പ്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ വിലയും നിലയൊക്കെ നോക്കണ്ടേ ഐശ്വര്യ? മായ വാ, അകത്തേക്കിരിക്കാം. അയ്യോ വേണ്ട, ഇവിടെ നിന്ന് കണ്ടപ്പോഴേ തൃപ്തിയായി. ഇനി ആ കുടുസ് റൂമിൽ കൂടെ കയറിയ ശരിയാവില്ല. ആക്ച്വലി എന്താ ഐശ്വര്യക്കും മമ്മിക്കും പറ്റിയത്? ക്യാഷിന് അത്രയ്ക്ക് പ്രോബ്ലം ആണോ? അയ്യോ, ഇയാളോ? അയ്യോ, മായ നിക്കോണല്ലോ ഈശ്വര, ആകെ പ്രശ്നമാവല്ലോ. പെട്ട് ഓ മമ്മി ആരാ? എന്തായാലും ഇന്നെങ്കിലും നിങ്ങളെ ഒന്ന് കാണാൻ പറ്റിയത് ഭാഗ്യം. അല്ല, അത് ഒന്നും പറയണ്ട, ഫോൺ വിളിച്ചാൽ എടുക്കില്ല, തിരക്കി വന്നാ അവിടെ കാണില്ല. നിങ്ങളിത് എന്ത് ഭാവിച്ചാ? അത് ഞാൻ മോളുടെ വീട്ടിൽ കുറച്ചു ദിവസം പോയിരുന്നതാ. എന്ന് കരുതി ഫോൺ വിളിച്ചാൽ എടുക്കാൻ പാടില്ലേ? എന്താ മമ്മി ഇയാളിങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ? ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം? നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്തിനാ എന്റെ മമ്മിയോട് ബഹളം വെക്കുന്നേ? ഇത് വീട് ഏതാന്നറിയോ? മാന്യമായിട്ടുള്ള 2 സ്ത്രീകൾ താമസിക്കുന്ന വീടാ. ഞാനേ മിസ് കേരളയാ. എന്ത് കേരള ആയാലും ഇവിടെ ഇനി പറ്റില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നേ? മോളെ മിണ്ടാതിരിക്കെ. മമ്മി ഇയാളെ പേടിക്കുന്നത് എന്തിനാ? നമ്മുടെ വീട്ടിൽ ഇയാൾ വന്ന് ബഹളം വെക്കുന്നതിന് പോലീസിനെ വിളിക്കും മമ്മി. അത് പോലീസിനെ വിളിച്ചാൽ എനിക്ക് നല്ലതാ. കിട്ടാനുള്ള വാടക പോലീസ് വാങ്ങിത്തരും. എന്ത് വാടക? ഇത് എന്റെ വീടാ. നിങ്ങൾ വാടകയ്ക്കാ കഴിയുന്നവിടെ. ആറ് മാസത്തെ വാടകയാ കുടിശ്ശിക. ഇനി ഞാൻ ക്ഷമിക്കില്ല. ഇപ്പൊ എനിക്ക് വാടക കിട്ടണം, അല്ലെങ്കിൽ 2 ആളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. മോളെ അറിവില്ലാതെ പറഞ്ഞു പോയതാ, ക്ഷമിക്കണം. ഒന്നും പറയണ്ട, വാടക എടുക്ക്. സാറേ, ഞാൻ കാല് പിടിക്കാം. വാടക നാളെ അല്ല മറ്റന്നാൾ ഉറപ്പായിട്ടും തരാം. തരാം. ഇത് നിങ്ങൾ വെറുതെ പറയുന്നതാ? അല്ല, സത്യമായിട്ടും മറ്റന്നാൾ എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടാനുണ്ട്. 2 മാസത്തെ അഡ്വാൻസും തരാം. ഉറപ്പാണോ? ഉറപ്പ്, ഞാൻ തന്നിരിക്കും. ഉറപ്പായിട്ടും ക്യാഷ് തന്നിരിക്കും. ശരി, ഞാൻ ഇപ്പൊ പോവാ. വാടക കിട്ടിയില്ലെങ്കിലേ മറ്റന്നാ 2 ഞാൻ അടിച്ച് പുറത്താക്കും. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അയ്യോ മായ, നിക്കേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വിളിക്കാം ഐശ്വര്യ. ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. ഓക്കെ മായ, ഒരു കാര്യം ചോദിച്ചാ ഒന്നും വിചാരിക്കരുത്. എന്താ വേഗം ചോദിച്ചോ. എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. അല്ല മായെ, അത്യാവശ്യമായിട്ടൊരു 5 ലക്ഷം രൂപ തന്ന് സഹായിക്കൂ. 5 ലക്ഷോ? ആ, അക്കൗണ്ടില് നയാ പൈസ ഇല്ല. ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ. തൽക്കാലം കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഉടനെ തിരിച്ചു തരാം. എങ്ങനെ? ഞാൻ എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിൽ തിരിച്ചു കയറും. അതിന് ചില പ്ലാൻസ് ഒക്കെ ഉണ്ട്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കും. മാ ഇപ്പൊ ഒന്ന് സഹായിക്ക്, എല്ലാം ശരിയാവും. ഐശ്വര്യ, 5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എന്തായാലും നടക്കില്ല. ഞാനിപ്പോ നല്ല ടൈറ്റിലാ. ഒരു 10 ലക്ഷം രൂപയുടെ ഗോൾഡിങ് എടുത്തായിരുന്നു. സാരില്ല, അത് തന്നാലും മതി. പണയം വെക്കാലോ. താമസിയാതെ തിരിച്ചെടുത്തു തരാം. അത് ശരിയാവില്ല ഐശ്വര്യ, അത് പറ്റില്ല.
ഞാനിന്ന് ഇറങ്ങട്ടെ. 1-2 ആളുകളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. നമുക്ക് കാണാം. ഓക്കെ, ശരി, ഇറങ്ങിക്കോട്ടെ. കണ്ടോ മോളെ, നമുക്കൊരാപത്ത് വന്നപ്പോ കണ്ടോ? നിങ്ങൾ രണ്ടാളും അടയും ചക്കരയും പോലെ ഇരുന്നല്ലേ? ഇതാ മനുഷ്യരുടെ അവസ്ഥ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. ശരിയാണ്, പക്ഷേ വയറ്റിനെന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ടെന്ന് ശ്യാമ പറഞ്ഞില്ലേ? അതാ എന്റെ പേടി. ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു പ്രശ്നമില്ല, എല്ലാം മാറി. ആ, എന്നാലും ഹോസ്പിറ്റലിൽ പോകേണ്ടതാ. എന്നിട്ട് ഡീറ്റെയിൽഡ് ചെക്കപ്പ് എടുത്താം. ഇപ്പൊ ഒന്നും വേണ്ട സാർ, സാരമില്ല. സാരമില്ലാന്ന് ആരാ പറഞ്ഞേ? നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാം. അയ്യോ അമ്മ, അതൊന്നും വേണ്ട. മോളൊന്നും പറയണ്ട. മോൾക്ക് 1ാമത് 4-ാം മാസം, അല്ലെങ്കിൽ തന്നെ ഡീറ്റെയിൽ ചെക്കപ്പ് വേണം. ആദ്യം ഇത് കുടിക്ക്, ക്ഷീണം മാറട്ടെ. മുഴുവൻ കുടിക്കാതെ പറ്റില്ല കേട്ടോ. ആ, കുടിക്ക്. ഐശ്വര്യാണല്ലോ. ഇനി ഇങ്ങനെ വിളിക്കാൻ നാണമില്ലേ ഇവക്ക്? അവളുടെ ഒരു കോള്, കഷ്ടം. മോള് കുടിക്കും. അവള് വീണ്ടും വിളിക്കുക. ഒരു ശല്യമായല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാന്ന് വെച്ചാ ഓഫീസിൽ നിന്ന് ആരെങ്കിലും എമർജൻസി ആയിട്ട് വിളിച്ചാലോ? എന്ത് ചെയ്യാനാ? ഇവളെന്താ ഇങ്ങനെ? അമ്മേ, ആ ഫോണിൽ നിന്ന് അവരുടെ സൂക്കേട് എന്താന്ന് അറിയണമല്ലോ. സാർ, സാർ ഒന്നും വേണ്ട. അല്ല, അത് പറ്റില്ല. ഇത്രയൊക്കെ കാട്ടിട്ട് എന്റെ അമ്മ വീണ്ടും വീണ്ടും എന്തിനാ ശല്യം ചെയ്യുന്നത്? എനിക്കറിയണമല്ലോ. അമ്മേ, ആ ഫോണിൽ നിന്ന്. സാർ വേണ്ട സാർ, വിട്ടുകളാം. അമ്മേ, ഫോണിൽ തരാൻ. സാർ, അമ്മേ, ഞാനമ്മേ ഐശ്വര്യ. സാർ, എന്റെ പൊന്നമ്മേ, എല്ലാത്തിനും മാപ്പ്. എന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റണം. എന്റെ പൊന്നാര അമ്മയല്ലേ, പ്ലീസ് അമ്മേ, പ്ലീസ്. ഇത് അമ്മയല്ല, ഞാൻ ആഖി. അഖിയ? എന്റെ അനുജൻ അഖിയ? നിങ്ങളുടെ അഭിനയം ഇനി വേണ്ട. എന്റെ പൊന്നഖി, എന്താ ഇങ്ങനെ പറയുന്നേ? ഇനി എന്റെ അമ്മയുടെ ഫോണിലോ ഇവിടെ ഉള്ള മറ്റാരുടെങ്കിലും ഫോണിലോ വിളിച്ച് ശല്യം ചെയ്യരുത്. അത് പറയാനാ ഞാനിപ്പോ കോൾ എടുത്തത്. അഖി, അങ്ങനെ പറയരുത്. ഞാൻ നിന്റെ ഏട്ടത്തിയല്ലേ? ആയിരുന്നു. ഇപ്പൊ ആ ബന്ധങ്ങളെല്ലാം തീർന്നു. ഞങ്ങള് ശ്യാമയായിട്ട് ഹോസ്പിറ്റലിലേക്കാ. അവിടെ വെറുതെ കൂവി വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. എങ്കിൽ എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. അഖി, എന്റെ പൊന്നഖിയല്ലേ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഞാൻ അവസാനമായിട്ട് പറയാ, ഇവിടെ ആർക്കും ഫോൺ ചെയ്യരുത്. മനസ്സിലായല്ലോ അല്ലേ? അഖി, അത് വിളിക്കരുത്, ഉറപ്പായിട്ടും വിളിക്കരുത്. പ്രശ്നമാവും, പറഞ്ഞേക്കാം. അഖി, ഇനിയും അവർ അമ്മയെ ഫോൺ വിളിച്ച് ശല്യം ചെയ്ത പോലീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യണം. അതാ വേണ്ടത്. ശരി അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇത് കുടിക്കുന്നില്ലേ മോളെ? മതി അമ്മ. വാ.
വാടാ. നിങ്ങൾ നിൽക്കേ. ആരാ നിങ്ങളൊക്കെ ആരാ? എന്താ ഇവിടെ കാര്യം? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാ പറഞ്ഞേ. ഇല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. വിളിക്ക്, പോലീസിനെ വിളിക്ക്. എല്ലാത്തിനും ഇപ്പൊ തന്നെ പരിഹാരമാവുമല്ലോ. വിളിക്കേ. ദേ, ആവശ്യമില്ലാത്ത വർത്താനം വേണ്ട. എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. പുറത്തിറങ്ങാനാ പറഞ്ഞേ. പുറത്തിറങ്ങാൻ ആദ്യം 10 ലക്ഷം രൂപ അതെനിക്ക് കിട്ടണം. 10 ലക്ഷം രൂപയോ? അതെ, 10 ലക്ഷം രൂപ. അതിങ്ങെടുക്ക്, ഞങ്ങൾ പോയേക്കാം. വെറുതെ നിങ്ങൾക്ക് ഞാനിതിനാ 10 ലക്ഷം രൂപ തരുന്നേ? മനസ്സിലാവുന്നില്ല. വെറുതെ അല്ല, നിന്റെ അമ്മ സുരഭി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശാ. എടുക്ക്. മമ്മി വാങ്ങിയ ക്യാഷോ? ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ കയ്യിൽ നിന്നേ നിന്റെ മമ്മി രൂപ വാങ്ങി. അതുകൊണ്ടാ രണ്ടാളും ഇത്രയും കാലം ഇവിടെ സുഖിച്ചു കഴിഞ്ഞേ. എന്ന് ഞാനത് മമ്മിയോട് ചോദിക്കട്ടെ. മമ്മി. വേണ്ട, ആരെയും വിളിച്ചിട്ട് കാര്യമില്ല. നിന്റെ മമ്മി മുങ്ങി. മുങ്ങിയോ? എവിടെ വേണമെങ്കിലും നോക്ക്, അല്ലെങ്കിൽ ഫോൺ വിളിച്ചു നോക്ക്. മമ്മി നാട് വിട്ടു. എന്റെ മമ്മി അങ്ങനെ ചെയ്യില്ല. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ല. മമ്മി, മമ്മി. മമ്മി മുങ്ങിയ സ്ഥിതിക്ക് ഇനി 10 ലക്ഷം രൂപ തരേണ്ടത് നീയാ. ഞാനോ? ഞാൻ എവിടുന്ന് രൂപ തരാനാ? എന്ന് പറഞ്ഞാ പറ്റുമോ? 10 ലക്ഷം രൂപ എടുക്ക്. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല. പക്ഷെ നിന്റെ മമ്മി വാങ്ങിയല്ലോ, അപ്പൊ രൂപ എടുക്ക്. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. പുറത്തു പോ, എല്ലാരും പുറത്തു പോയേ. മോളെ, ഇത് സീനാവുമല്ലോ. 10 ലക്ഷം തരായില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഞാൻ നിന്റെ ഒപ്പം കഴിയാം. നിന്റെ ഭർത്താവായിട്ട്. എന്താടാ പറഞ്ഞേ? എന്താ വേണ്ടേ? നമുക്ക് എന്റെ വീട്ടിൽ പോവാ മോളെ. കൈ വിടറോ? നമുക്ക് അവിടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയാം. എന്താ പോയാലോ? കൈ വിടാൻ. വിടാനോ? ഇല്ലെങ്കിലോ? വിട്, മാറ്. ഏയ്! തള്ളയും മോളും മുങ്ങി നടക്കണോടെ. അവളെ വിടരുത്. ആടി ആടി ഇങ്ങോട്ട്. കേടി. ദാ, ഓറ് നടക്ക്. ഓടക്കടാ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്റെ കയ്യിൽ നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടില്ല. എന്നെ വിട്. ഞാൻ നിന്നെ അങ്ങ് കൊണ്ടുപോവാൻ പോവാ. ഇങ്ങോട്ട് വാടി. വരാൻ. വിടാൻ. എന്നെ വിട്. ഇണ്ടാതെ വാടി. വിട്. വിടാൻ. കേറടി. കേറാൻ. വിടെന്നെ. കേറടി ഇങ്ങോട്ട്. കേറാൻ. കേറാ. വാ. എന്നെ വിട്. എന്നെ ഇറക്കി വിട്. അയ്യോ. അടങ്ങിയിരിക്കണേ ഇവിടെ. വിടറോ? നീ ഇനി രക്ഷപ്പെടില്ല. മമ്മി. അടങ്ങിയിരിക്കടി. അടങ്ങിയിരിക്കാൻ. വിടാൻ. മിണ്ടരുത്. എടോ, വിടറോ? വിട്. മിണ്ടാതിരിക്കടി.
ചെന്ന് സിഗരറ്റ് വാങ്ങിക്കൊണ്ട് വാ. ആ